ധാരാളം അതിഥികൾ ഈ വേദിയിലുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإنك لعلى خلق عظيم. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: بعثت لأتمم مكارم الأخلاق. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങൾ, ഉസ്താദുമാർ, വിശിഷ്ട ളയൂഫുകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും ഉമ്മയായ മർക്കസ് സഖാഫത്തി സുന്നിയ മഹത്തായ സ്ഥാപനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്നത് നമുക്കറിയാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ നടത്തുന്ന വലിയ ഒരു മജ്ലിസാണ്. ലോക രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാർ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഒക്കെ സംഗമിച്ച ഈ പരിപാടിക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള നേതൃത്വം മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകളാണ്. അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ഇവിടെ പ്രധാനമായും നമ്മുടെ പ്രസംഗങ്ങളിലുപരി നാമൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബീങ്ങൾ ഇവിടെ വെച്ച് നടത്തുന്ന വലിയ വലിയ കീർത്തനങ്ങളാണ്. പണ്ടുകാലത്ത് ഇങ്ങനെ ഈ രാജ്യങ്ങളൊന്നും ഇത്രമാത്രം ബന്ധപ്പെടാൻ സൗകര്യമില്ലാതിരുന്നപ്പോൾ നമ്മുടെ നാട്ടിലെ ബിദ്ഈ കക്ഷികൾ പറയാറുണ്ടായിരുന്നു, മൗലിദ് പരിപാടി എന്ന ഈ മീലാദ് പരിപാടിയൊക്കെ ഇസ്ലാമിൽ ഇല്ലാത്ത ചില ബിദ്അത്തുകൾ കടത്തിക്കൂട്ടിയതാണ്. പ്രധാനമായും കേരളത്തിലെ മുസ്ലിയാക്കളും മുല്ലമാരും ഒക്കെ കൽപ്പിച്ചു കൂട്ടി ഉണ്ടാക്കിയ ബിദ്അത്താണ് ഇത് എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ അന്നും നമ്മളെ രാജ്യത്ത് നടക്കുന്നതിലുപരി വലിയ ബഹുമാനത്തോടെ വിവിധ രാജ്യങ്ങളിൽ ഒക്കെ ഇത് നടന്നു വരുന്നുണ്ട്. അന്നും ഇന്നും എന്നുമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കാൻ പലപ്പോഴും കഴിയുമായിരുന്നില്ല. ഒരുപക്ഷേ വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർ യുഎഇയിലോ അല്ലെങ്കിൽ ഖത്തറിലോ കുവൈത്തിലോ ഒക്കെ പോകുമ്പോൾ പ്രഥമദൃഷ്ട്യാ അവർ ജോലിയെടുക്കുന്ന മേഖലകളിൽ ഇതൊന്നും കാണാൻ കഴിഞ്ഞോളണമെന്നില്ല. എന്നാൽ അവിടങ്ങളിലും ഇതെല്ലാം നടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇസ്ലാം അവതരിച്ച രാജ്യമാണ് മക്കയും മദീനയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച രാജ്യമാണ്. അവിടെയാണ് ഖുർആൻ അവതരിച്ചത്. അവിടെ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ ഉത്ഭവം.
ആ രാജ്യത്ത് ഇതില്ലല്ലോ. കേരളത്തിൽ പിന്നെ എവിടെ നിന്നാണ് ഇത് വന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണോ എന്ന് ചിലരെങ്കിലും ധരിച്ചിരുന്നെങ്കിൽ അത് വാസ്തവ വിരുദ്ധമാണെന്ന് ഇന്നത്തെ വാർത്താ മാധ്യമങ്ങൾ തന്നെ നമ്മളെ തെളിയിച്ചിട്ടുണ്ട്. ഇന്ന് ലോകമെല്ലാം ഒന്നുപോലെ ഒരിടത്ത് നടക്കുന്നത് മറ്റിടത്തെല്ലാം ദർശിക്കാൻ കഴിയും വിധമുള്ള സൗകര്യമുണ്ടായതുകൊണ്ട് ഇന്ന് അങ്ങനെയുള്ള പുത്തൻ ആശയക്കാർക്ക് ആ ജൽപ്പനം നടത്താൻ കഴിയാതെ വന്നിരിക്കുന്നു. എന്നാൽ അതിന്റെ യഥാർത്ഥ സാക്ഷാത്കാരമാണ് നമ്മുടെ ഈ അന്താരാഷ്ട്ര മീലാദ് പരിപാടിയിൽ നടക്കുന്നത്. നമുക്കെല്ലാം അത് കാണാനും കേൾക്കാനും കഴിഞ്ഞു. ഈ സൗകര്യം നമുക്കുണ്ടാക്കി തന്നത് വന്ദ്യരായ ഉസ്താദ് അവറുകളാണ്. ലോകത്തിന്റെ പല ഭാഗത്തും അവർ നടത്തിപ്പോന്ന അതിൽ നിന്നുള്ള ശകരങ്ങളാണ് നമ്മുടെ രാജ്യത്ത് വന്ന് നമുക്ക് കേൾക്കുന്നതിന് വേണ്ടി കാണുന്നതിന് വേണ്ടി അവർ ഇവിടെ നടത്തിത്തരുന്ന കാവ്യങ്ങളും മറ്റു പരിപാടികളും ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ ശക്തിപ്പെടാൻ ഇതെല്ലാം അവരിൽ നിന്ന് നമുക്ക് കേൾക്കുമ്പോൾ കാണുമ്പോൾ ഇവർ പറയുന്നൊന്നും ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്താണല്ലോ ഇസ്ലാമിന്റെ അടിത്തറ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ അസ്ഥിവാരം കിടക്കുന്ന വിശ്വാസത്തിലാണ്, ഈമാനിലാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കുന്ന നിർവചനം, തഅരീഫ് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള ഉറച്ച വിശ്വാസമാണ്. അൽ ഈമാനു അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹി ബില്ലറൂറ. അനിഷേധ്യമായി നബി തങ്ങൾ അല്ലാഹുവിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് അറിയപ്പെട്ട കാര്യം, ആ കാര്യം എത്ര ചെറുതായ കാര്യമാവട്ടെ വലിയ കാര്യമാവട്ടെ എന്ന് പറഞ്ഞാൽ, സുന്നത്തായ കാര്യമായാലും അല്ലെങ്കിൽ ഫർളായ കാര്യമായാലും നബി തങ്ങൾ അല്ലാഹുവിൽ നിന്ന് കൊണ്ടുവന്ന ഒന്നാണ് ഇത് എന്നറിയപ്പെട്ടു കഴിഞ്ഞാൽ നിഷേധിക്കാൻ പറ്റാത്ത വിധം ലറൂറത്തൻ മഅലൂം അറിയപ്പെട്ടതാണെങ്കിൽ അത് മുഴുവൻ വിശ്വസിച്ചേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽപ്പെട്ട ഒരു സുന്നത്താണ് മിസ്വാക്ക്. പലപ്പോഴായി മിസ്വാക്കുണ്ട്. അങ്ങനെ മിസ്വാക്ക് എന്നൊരു സുന്നത്ത് ദീനിൽ ഇല്ല എന്നൊരാൾ പറഞ്ഞു പോയാൽ സംഗതി സുന്നത്തേ ഉള്ളൂ. അവൻ ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അവന്റെ വായക്ക് നാറ്റമുണ്ടാകും, മറ്റുള്ളവരുടെ അരികാലത്ത് വൃത്തികേടാകും എന്നതൊഴിച്ചാൽ ഒരു സുന്നത്താണത്. ആ സുന്നത്ത് ചെയ്തില്ല എന്നുകൊണ്ട് കുറ്റക്കാരനല്ല. പക്ഷേ ആ ഒരു സുന്നത്ത് നബി തങ്ങൾ അല്ലാഹുവിൽ നിന്ന് കൊണ്ടുവന്ന കാര്യമാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് അവന്റെ ഈമാൻ തെറ്റിപ്പോയി, അവൻ മുഅ്മിനല്ല, പിന്നെ കാഫിറായിപ്പോയി. അപ്പൊ അതാണ് ഇൻകാർ. ഒരാൾ ചെയ്തില്ല എന്നത് വേറൊരു വിഷയം. നിഷേധിക്കുക എന്നത് വളരെ അപകടകരമായ കാര്യമാണെന്നാണ് ഇപ്പറഞ്ഞ എന്റെ താല്പര്യം. അപ്പൊ നബിത്തങ്ങൾ കൊണ്ടുവന്ന കാര്യം ഏതുണ്ടോ അതിൽ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചേ പറ്റൂ. അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹി ബില്ലറൂറ. ഇത് ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ, അവൻ മുഅ്മിനാവൂല. അതുകൊണ്ടാണ് ഈമാൻ എന്ന് പറയുന്ന അടിച്ചേൽപ്പിക്കുന്ന വിഷയമല്ല. അടിച്ചേൽപ്പിച്ച ഒരാളെ മുഅ്മിനാക്കുക സാധ്യമല്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഈ രണ്ട് കലിമത്ത് ഷഹാദ, അതിന്റെ അർത്ഥം ഒരാൾ ഉൾക്കൊള്ളാതെ ഈ വാചകം ഇങ്ങനെ 1000മോ 10000മോ ലക്ഷമോ പ്രാവശ്യം പറഞ്ഞാലും അവൻ മുഅ്മിനാവൂല. അശ്ഹദു എന്ന വാക്കിന് അർത്ഥം തന്നെ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് ഞാൻ പറയുന്നു എന്നാണ്. അപ്പൊ നാവ് കൊണ്ട് പറയുകയും വേണം, അത് മനസ്സിൽ ഉറപ്പിച്ച് വേണം പറയാൻ. മനസ്സിൽ ഉറപ്പില്ലാഞ്ഞാൽ ഈ പറഞ്ഞത് എത്ര പ്രാവശ്യം പറഞ്ഞാലും അവൻ മുഅ്മിൻ ആകുന്നില്ല. അപ്പൊ വിശ്വാസമാണ് ഒന്ന്. ആ വിശ്വാസം എന്ന് പറയുന്നത്
വാള് കാട്ടി, അല്ലെങ്കിൽ മാരക ആയുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. പറയിക്കാം, ഞാൻ ഈ പറയുന്ന വാക്ക് നീ പറയണം, ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. അല്ലെങ്കിൽ ഇന്ന അമൽ, നിസ്കാരം, അത് നമുക്ക് ശരീരം കൊണ്ട് ചെയ്യുന്നൊരു സംഗതിയാണ്. ഇതൊന്ന് നിസ്കരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും, അവിടെയൊക്കെ ഭീഷണിപ്പെടുത്താം. പക്ഷേ വിശ്വാസം അത് ഭീഷണിക്ക് വഴങ്ങുന്ന കാര്യമല്ല, ഭീഷണിക്ക് പറ്റിയ കാര്യവുമല്ല. അതുകൊണ്ടാണ് ഇസ്ലാമിന് പൂർണ്ണമായും ഭീകരവാദവും തീവ്രവാദവും അന്യമാണെന്ന് പറയാൻ കാരണം. ഇസ്ലാം എന്ന് പറയുന്നത് വളരെ വ്യക്തമായി ഖുർആൻ തന്നെ പറഞ്ഞു, ഫമൻ ശാഅ ഫല്യുമിൻ ഫമൻ ശാഅ ഫല്യക്ഫുർ. അടിച്ചേൽപ്പിക്കുന്ന വിഷയമില്ല. പക്ഷേ അവിശ്വാസിയായാൽ, അള്ളാഹുവിനെ ധിക്കരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതങ്ങളും അതിന്റെ കുറ്റങ്ങളും അവൻ ഏൽക്കേണ്ടി വരും. അതിന്റെ ആള് അവൻ തന്നെയാകും. അത് ഖുർആൻ പറയുന്നുണ്ട്. ആരെയും അടിച്ചേൽപ്പിച്ച് വിശ്വസിക്കാൻ ഇസ്ലാം പറയുന്നില്ല. അത്രയും ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കണമെന്നാണ് ഈ ഇസ്ലാം ദീനിന്റെ അടിത്തറയെങ്കിൽ ആ വിശ്വാസം എവിടെ നിന്നാണ് വരിക? ഒരാള് പറഞ്ഞത് അപ്പടി വിശ്വസിക്കുകയാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ നിന്ന് കൊണ്ടുവന്ന കാര്യം അത് ചെയ്തേ പറ്റൂ, അത് അപ്പടി അനുസരിക്കണം. വമാ നഹാകും അൻഹു ഫന്തഹു, നബി തങ്ങൾ വിരോധിച്ച കാര്യം നാം ഉപേക്ഷിക്കുകയും വേണം. ഇവിടെ പിന്നെ നോട്ടമില്ല, അത് റസൂലുള്ള പറഞ്ഞതാണ് എന്നതാണ്. എന്നാൽ ഇവിടെ ഒന്നും യുക്തിയില്ല, ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യമാണ് എന്നാലും മനസ്സിലാക്കണ്ട. എല്ലാം യുക്തിക്ക് സമ്പൂർണമായി യോജിക്കുന്നതാണ്. പക്ഷെ എന്റെ യുക്തിക്ക് യോജിച്ചെങ്കിലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. നബി പറഞ്ഞു എന്നുകൊണ്ട് വിശ്വസിക്കൂല എന്നൊരാൾ പറഞ്ഞാൽ അവൻ മുഅ്മിൻ ആവൂല. എപ്പോഴാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നറിഞ്ഞാൽ അത് വിശ്വസിച്ചേ പറ്റും. അവർ നിന്റെ ബുദ്ധിക്ക് അപ്പ യോജിച്ചാലും ഇല്ലെങ്കിലും, പക്ഷേ യോജിക്കാത്തൊരു കാര്യവും യഥാർത്ഥത്തിൽ ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഒരു വിശ്വാസം ഒരു വ്യക്തിയിൽ ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തിയോടുള്ള അതിയായ മഹബ്ബത്ത്, സ്നേഹത്തിൽ നിന്നല്ലാതെ ഇത് ഉണ്ടാകാൻ ഒരു ന്യായവുമില്ല. അതാണ് മഹബ്ബത്ത് എന്ന് പറയുന്നത്. അതൊരു പ്രത്യേകമായ വിഷയം തന്നെയാണ്, അത് അമലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എല്ലാ അമലുകളും സുന്നത്തും ഫർളും എല്ലാം നാം എടുത്തു. പക്ഷേ നബിയോട് മാനസികമായി മഹബ്ബത്തില്ല. അവന്റെ മഹബ്ബത്ത് കൊണ്ടുവന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രം, അത്രേ ഉള്ളൂ. എങ്കിൽ അത് യഥാർത്ഥ മഹബ്ബത്തല്ല. അതൊരു പക്ഷേ മുനാഫിക്കുകൾ ചെയ്തു പോന്നിരുന്നു. നബിയോട് ഒരു മഹബ്ബത്തും അവർക്കില്ല. നബി പറഞ്ഞ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് ഇതൊക്കെ നമ്മുടെ കൂടെ അവരും ചിലപ്പോൾ ചെയ്തെന്ന് വരും. അവർ മുനാഫിക്കീങ്ങളാണ്, മുഅ്മിനീങ്ങളല്ല. അപ്പോ വിശ്വാസം എന്നത് ഈ മഹബ്ബത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്നതും ആ മഹബ്ബത്ത് ആരുടെ കൽബിലുണ്ടോ അവന്റെ വിശ്വാസം ഉറച്ച വിശ്വാസവുമാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇന്നൊരു പക്ഷേ നടന്നേക്കാമെന്ന് പറയാവുന്ന ചിലത്, എല്ലാം നടക്കാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റൂല. മിഅ്റാജിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇസ്രാ മിഅ്റാജ് ഒറ്റ രാത്രിയിൽ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറകനാ ഹൗല. മസ്ജിദുൽ അഖ്സ വരെ ഒറ്റ രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പോയി വന്നു, സുബഹിന്റെ മുമ്പ് തിരിച്ചെത്തി എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് ഒരു പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളും. അത്യാധുനിക സൗകര്യങ്ങൾ ഇന്ന് നമുക്ക് ഉണ്ട്. നബിത്തങ്ങൾ ഈ മിഅ്റാജ്, ഈ ഇസ്രായിന്റെ കാലം ഖുർആൻ പറയുന്നത് നബിത്തങ്ങളുടെ കാലം ഏതാണ്? എത്ര മുമ്പാ? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ നടത്തി മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെ പോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളോ? എന്നാൽ ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞത്
അല്ലെങ്കിൽ ഇസ്ലാം വിശ്വസിക്കുന്നതും ഇസ്ലാം പറയുന്നതും ഇസ്രാ കഴിഞ്ഞ് മിഅ്റാജും കൂടി ഉണ്ടായി. ആ മിഅ്റാജ് എവിടം വരെ? ഇലാ മാ ലാ യഅലമുഹു ഇല്ലല്ലാഹ്. എവിടം വരെ പോയി? അല്ലാഹുവിനല്ലാതെ അത് പറയാൻ കഴിയില്ല. 7 സമാവാത്ത് ആകാശമെന്നോ, അതല്ലെങ്കിൽ കുർസി അർശ് എന്നോ, അല്ലെങ്കിൽ ലൗഹ് ഖലം എന്നോ, ഇങ്ങനൊക്കെ പലരും പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബലപ്പെട്ടത് അല്ലാഹുവിനല്ലാതെ അത് അറിയുക സാധ്യമല്ല. കാരണം ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ അവിടത്തേക്ക് അനുവദിക്കപ്പെട്ട പെർമിറ്റ് കഴിഞ്ഞപ്പോ റസൂലുള്ളാഹിനോട് പറഞ്ഞു, തഖദ്ദം യാ ഹബീബി ലാ തഖഫ്, തങ്ങൾ പോയിക്കൊള്ളുക, തങ്ങൾ ഭയപ്പെടണ്ട, ഇതുവരെ എനിക്ക് വരാനുള്ള അനുമതിയുള്ളൂ, എന്റെ പെർമിറ്റ് തീർന്നിരിക്കുന്നു, അതുകൊണ്ട് ഇനി തങ്ങൾ പോകണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയെല്ലാം പോയി വന്നു. എത്ര സമയം കൊണ്ട്? ഒരു രാത്രി മുഴുവനില്ല. രാത്രി സംസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഇതുണ്ടാകുന്നത്. അങ്ങനെ സുബഹിന്റെ മുമ്പ് അതെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി എന്ന് പറയുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു. എന്തേ കാരണം? അതിന് മുഹമ്മദ് നബിയാണ് പറഞ്ഞത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് സിദ്ഖേ സത്യമേ ആവുകയുള്ളൂ. വേറെ അവിടെ ഒരു നോട്ടം നോക്കിയില്ല. അതേ സ്ഥാനത്ത് യുക്തി കൊണ്ട് നോക്കുമ്പോൾ അന്ന് ഒരു സൗകര്യങ്ങളും ഈ നിലക്കുണ്ടായിട്ടില്ല. അപ്പൊ അത് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളൂല. അതുകൊണ്ടാണ് അബൂജഹൽ അടക്കമുള്ള ശത്രുക്കൾ അതിനെ വളരെ നിശ്ചിതമായി എതിർത്തു. ഖുർആൻ അവരോട് ചോദിക്കുന്നു, അഫതുമാറൂനഹു അലാ മാ യറാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 നേത്രങ്ങളെ കൊണ്ട് നേരിട്ട് കണ്ട സംഗതി നിങ്ങൾ കാണാത്തവർ അനുമാനം വെച്ച് തർക്കിക്കുകയാണോ? അനുഭവജ്ഞാനിയായ മുഹമ്മദ് നബിയോട് അനുമാനജ്ഞാനികളായി നിങ്ങൾ തർക്കിക്കുന്നുവോ? ഇതാണ് ഖുർആന്റെ ആ ചോദ്യത്തിന്റെ പ്രസക്തി. അപ്പൊ ഇങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചുവെങ്കിൽ ആ വിശ്വാസം എവിടെ നിന്നുണ്ടായതാണ്? അത്രയുള്ള മഹബത്ത് നബിയോടുണ്ട്. അപ്പൊ നബി എന്ത് പറഞ്ഞാലും വിശ്വസിക്കാനുള്ള ഒരു പാകത്തിലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളത്. ആ വിശ്വസ്തതെല്ലാം ഹക്ക് സത്യമാണ്. കാരണം മുഹമ്മദ് നബി സിദ്ഖല്ലാതെ സത്യമല്ലാതെ പറയില്ല എന്ന ഉറച്ച വിശ്വാസം അത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഉള്ള ആളാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാനിനെ കുറിച്ച് റസൂൽ പറഞ്ഞെന്താ? ലൗ ഉസിന ഈമാനു അബീബക്കർ ബിഈമാനിൽ ആലമീന ലറജഹ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാൻ തുലാസിന്റെ ഒരു തട്ടിലും ലോകത്തുള്ള എല്ലാവരുടെയും ഈമാൻ മറ്റൊരു തട്ടിലിട്ടാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാൻ മുൻതൂക്കമാകുമെന്നാണ്. എന്നിട്ട് ഹദീസിൽ തുറന്ന് പറയുന്നു, അത് എന്തുകൊണ്ടാണ് ആ വെയിറ്റ് ഉണ്ടായത്? വലാകിൻ ബിശൈഇൻ മുഖ്തിറ ഫീ സുദ്രി അബീബക്കർ. കുറെ നിസ്കാരം, നോമ്പ്, സലാത്ത്, സിയാമ് അതെല്ലാം ഉണ്ടായിട്ടല്ല എന്ന് പറഞ്ഞാൽ നിക്കേശുലായിരുന്നല്ല. ലോകത്തുള്ള എല്ലാവരും നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിസ്കാരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒറ്റക്ക് നിസ്കരിക്കും എന്ന് പറയാനൊക്കോ? ലോകത്തുള്ള എല്ലാവരും നോമ്പനുഷ്ഠിച്ചതിനേക്കാൾ കൂടുതൽ നോമ്പ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒറ്റക്ക് അനുഷ്ഠിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഒരു അമലും അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ആ അമല് കൊണ്ടൊന്നും അല്ലത്. പിന്നെയോ വലാകിൻ ബിശൈഇൻ വഖിറ ഫീ സദ്രി അബീബക്കർ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ, ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെട്ട ഒരു വെയിറ്റ് ഉണ്ട്, ഘനമുണ്ട്. എന്തായിരുന്നു ആ വെയിറ്റ്? മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതാണ് ഈമാനിന്റെ അടിത്തറയെങ്കിൽ മഹബ്ബത്തില്ലാത്തവന് ഈമാനില്ല. നമ്മുടെ ഈ സമയത്തിന്റെ പ്രമേയം തന്നെ അതല്ലേ? അതുകൊണ്ട് നാം ഒക്കെ റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങൾ, അവിടുത്തെ ആസാറിന്റെ മുഹിബ്ബീങ്ങൾ, അള്ളാഹു നമുക്ക് ഹുബ്ബിനെ വർദ്ധിപ്പിച്ചു തരട്ടെ. അതിലൂടെ നമ്മളെ ഈമാൻ അള്ളാഹു ശക്തിപ്പെടുത്തി തരട്ടെ.
ഇവിടെ ഇനി നടക്കാൻ പോകുന്ന ഒരുപാട് പരിപാടികൾ ഉള്ളതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നീട്ടുന്നില്ല. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും മൗലിദ് നടക്കുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യാ സംവിധാനങ്ങൾക്ക് മുന്നിൽ അതിനെ മറച്ചുവെക്കാൻ കഴിയില്ല. ആ മഹത്തായ സന്ദേശമാണ് ഉസ്താദ് അവർകൾ നൽകിയിട്ടുള്ളത്. ഇവിടെ അതുമായി ലോകത്ത് നടക്കുന്ന സന്ദേശങ്ങൾ മുഴുവനും ചേർത്തി ഈ സമ്മേളനത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച സ്നേഹമാണ് വിശ്വാസം എന്ന ആ CD-യിലൂടെ നിങ്ങൾക്കത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ സദസ്സിലത് വിതരണം ചെയ്യുന്നുമുണ്ട്. ഇനി ഇവിടെ വന്ന നേതാക്കളെ നോക്കിയാലും നിങ്ങൾക്ക് കാണാം. ഒന്ന് ടുണീഷ്യ, ആഫ്രിക്കയിലെ ഉത്തരാഫ്രിക്കയിലെ യോഗം ഉദ്ഘാടനം ചെയ്ത ഷെയ്ഖ് അബ്ദുൽ ഫത്താഹ് മോറോ, അദ്ദേഹം ടുണീഷ്യക്കാരനാണ്. ഷെയ്ഖ് മഹ്മൂദ് ഇബ്രാഹിം, അവർ സോമാലിയ രാജ്യത്തു നിന്ന് വന്നവരാണ്. ഷെയ്ഖ് ദക്തൂർ റിയാസ് ബാസു, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ പാരമ്പര്യത്തിൽപ്പെട്ട അവർ ലെബനോനിൽ നിന്ന് വന്നവരാണ്. ഷെയ്ഖ് ഔൻ മുഈൻ അൽ ഖദൂമി, ഷെയ്ഖ് മഹ്മൂദ് അസാം, അവർ ജോർദാനിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. ഷെയ്ഖ് അഹമ്മദ് സഅദ് അൽ അസ്ഹരി, അവർ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിട്ടുള്ള. ഷെയ്ഖ് അഹമ്മദ് ഷൗക്കത്ത്, ഷെയ്ഖ് അൻവർ